രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചാ നീക്കത്തിനിടയിലും ഗസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. പിന്നിട്ട 24 മണിക്കൂറിനിടെ 4 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഗസയിൽ മരണസംഖ്യ 70,937 പരിക്കേറ്റവരുടെ എണ്ണം 1,71,192 ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ലബനോന് നേരെ നടന്ന ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. രണ്ടാം ഘട്ട വെടിനിർത്തൽ അടുത്ത വർഷം ആദ്യത്തിൽ നിലവിൽ വരുമെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കം ഫിദാൻ അറിയിച്ചു. 1 ലക്ഷത്തിലേറെ കുട്ടികൾ ഇപ്പോഴും പോഷകാഹാരക്കുറവിന്റെ പിടിയിലെന്ന് ലോകാരോഗ്യ സംഘടന. MC നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ദുബൈയിൽ നിന്ന്. നാസർ, നമുക്കറിയാം ഈ വെടിനിർത്തലിന് ശേഷവും ഗസയിൽ അതിതീവ്രമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന്. നിലവിലെ സാഹചര്യം എന്താണ്? അവിടുന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ ഈ വെടിനിർത്തൽ ഘട്ടത്തിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് ഗസയിലെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്ന വിവരം പ്രകാരം 875 തവണയാണ് ഇസ്രായേൽ ഇതിനകം തന്നെ ഈ വെടിനിർത്തൽ ലംഘിച്ചിരിക്കുന്നത്. അതിലൂടെ 412 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം പുറത്തു വന്നിരിക്കുന്നത്. 1100-ൽ പരം ഫലസ്തീനികൾക്ക് പരിക്കേറ്റ ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടിരിക്കുന്നു. ആക്രമണം യാതൊരു കുറവുമില്ലാത്ത വിധത്തിൽ തന്നെ, കാരണം 4 പേരാണ് ഇപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഗസ സിറ്റിയിലാണ് 2 പേരുടെ കൊല നടന്നിരിക്കുന്നത്. ഒരു കുഞ്ഞും ഈ കൊല്ലപ്പെട്ട 4 പേരിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ നിരന്തരമായിട്ടുള്ള ആക്രമണ പദ്ധതികൾ ഒരു ഭാഗത്ത് തുടരുന്നു. അതേസമയം തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തിരക്കിട്ട കൂടിയാലോചനകൾ അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ ഹമാസും ഇസ്രായേലുമായിട്ട് പരോക്ഷമായിട്ടുള്ള ആശയവിനിമയവും തുടരുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിൽ എന്ന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും എന്നത് സംബന്ധിച്ച, അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ രണ്ടാം ഘട്ടം എന്നു മുതൽ നടപ്പാക്കാൻ സാധിക്കുമെന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു തീർപ്പിലേക്ക് എത്തുക എന്നത് അത്ര എളുപ്പമായിരിക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ കുറെ നാളുകളായി രണ്ടാം ഘട്ട ചർച്ചകൾ തുടരുകയാണല്ലോ. മധ്യസ്ഥ രാജ്യങ്ങൾ അതിനുള്ള ശ്രമത്തിലുമാണ്. അപ്പോൾ എന്നത്തേക്ക് ഈ വെടിനിർത്തൽ, രണ്ടാം ഘട്ട വെടിനിർത്തൽ നിലവിൽ വരുമെന്നാണ് നാസർ കരുതേണ്ടത്? ഇപ്പോൾ തുർക്കി വിദേശകാര്യമന്ത്രിയൊക്കെ ഒരു പ്രസ്താവനയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വർഷം ആദ്യത്തോടുകൂടി ഇത് ഉണ്ടാകുമെന്ന് കരുതാമോ? അവിടുത്തെ തുർക്കി വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത വർഷാദ്യത്തിൽ തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തലിലേക്ക് കടക്കാൻ സാധിക്കും. ഒരുപാട് പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടെങ്കിലും ചർച്ചകൾ വളരെ ആശാവഹമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നില്ല. കാരണം അമേരിക്ക വളരെ ശക്തമായി തന്നെ ഈ വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോകണം, അതിന്റെ രണ്ടാം ഘട്ടം വൈകാൻ പാടില്ല എന്നൊരു തീർപ്പിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് തങ്ങളുടെ പ്രതീക്ഷ വർദ്ധിച്ചതെന്നാണ് ഒരു മധ്യസ്ഥ രാജ്യം കൂടിയായിട്ടുള്ള തുർക്കിയെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈജിപ്തും ഖത്തറും ഹമാസുമായി നടത്തിയ ആശയവിനിമയത്തിലും കൂടുതൽ പുരോഗതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നൊരു പ്രത്യാശ അവരും പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഹമാസ് മുന്നോട്ട് വെച്ച 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ വെടിനിർത്തൽ ഇനിയും ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്, ആ ലംഘനം പൂർണ്ണമായിട്ടും പ്രതിരോധിക്കാൻ, അമർച്ച ചെയ്യാൻ അമേരിക്കക്കും മധ്യസ്ഥ രാജ്യങ്ങൾക്കും പിന്നെ ബാധ്യതയുണ്ട്. അതവർ നിറവേറ്റണം. അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി തന്നെ ഗസയിൽ നിന്ന് പിൻവാങ്ങിയെങ്കിൽ മാത്രമേ അന്തർദേശീയ സൈന്യത്തിന്റെ വിന്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തങ്ങൾ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കൂ എന്ന് കൂടി ഹമാസും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സങ്കീർണമായിട്ടുള്ള അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിനിടയിലും അമേരിക്ക നൽകിയിരിക്കുന്ന ഒരു ഉറപ്പിന്റെ ബലത്തിലാണ് ഈ വെടിനിർത്തൽ രണ്ടാം ഘട്ടം അധികം വൈകാതെ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നൊരു പ്രതീക്ഷ മധ്യസ്ഥ രാജ്യങ്ങൾ പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ അതീവ കഷ്ടതയിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപാട് പേർ ഇപ്പോഴും ഭക്ഷണം പോലും ഇല്ലാതെ പട്ടിണിയിലാണെന്ന് മനസ്സിലാക്കുന്നു. കുട്ടികൾ പോഷകാഹാരക്കുറവിന്റെ പിടിയിലാണെന്ന് മനസ്സിലാക്കുന്നു. ഈ അവശ്യ സഹായങ്ങളൊക്കെ അവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? അവിടുത്തെ നിരന്തരമായിട്ട് ഇപ്പൊ UN-ഉം അതോടൊപ്പം തന്നെ അന്തർദേശീയ ഏജൻസികളും യൂറോപ്യൻ യൂണിയനും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, റഫ അതിർത്തി തുറന്നോ തുറക്കാതെയോ ഏറ്റവും കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും വെള്ളം, മരുന്ന്, ഇന്ധനം, മറ്റ് ഉപകരണങ്ങൾ, പ്രത്യേകിച്ചും ഈ താൽക്കാലികമായിട്ടുള്ള ടെന്റുകൾ എന്നിവ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണം. കാരണം 2 വർഷത്തിലേറെ നീണ്ട കൊടിയ യുദ്ധം, അതേ തുടർന്നുണ്ടായ പ്രകൃതിക്ഷോഭം, തകർന്നരിയുന്ന കെട്ടിടങ്ങൾ, അങ്ങനെ വഴിയാധാരമാക്കപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യർ, ഏതാണ്ട് 16 ലക്ഷത്തിലധികം പേർ പ്രത്യക്ഷമായി തന്നെ ഈ പട്ടിണിയുടെ പിടിയിലാണെന്ന റിപ്പോർട്ടുകൾ കൂടി UN ഔദ്യോഗികമായി തന്നെ മുന്നോട്ട്
മുന്നോട്ട് വെക്കുന്നു. 1,00,000 കുട്ടികളെങ്കിലും ഈ പോഷകാഹാരക്കുറവ് മൂലം ഏറ്റവും കടുത്ത ദുരിതം അനുഭവിക്കുന്നതായിട്ട് ഇന്നലെ ഇപ്പൊ യൂണിസെഫിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്ന അത്രയും ആവൽക്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കാര്യങ്ങൾ കടന്നു പോകുന്ന ഘട്ടത്തിലും ഈ അന്തർദേശീയ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിട്ടും ഭക്ഷ്യവസ്തുക്കളും മറ്റ് സംവിധാനങ്ങളും ഉദാരമായ രീതിയിൽ എത്തിക്കാനോ അല്ലെങ്കിൽ വിലക്കുകൾ പൂർണ്ണമായിട്ട് പിൻവലിക്കാനോ ഇസ്രായേൽ ഇനിയും തയ്യാറായിട്ടില്ല. റഫ അതിർത്തി തുറക്കാനുള്ള ഒരു നീക്കം നടക്കുന്നില്ല എന്നത് മാത്രമല്ല, മറ്റ് അതിർത്തികളിലൂടെയും വളരെ പരിമിതമായ തോതിലുള്ള സംവിധാനങ്ങളും ട്രക്കുകളും മാത്രമാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. ഏറ്റവും അടിയന്തരമായിട്ട് വേണ്ടത് ഇപ്പോൾ താൽക്കാലിക വസതികളും ഇന്ധനവും പുതപ്പുകളുമാണ്. ഇതെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ എത്തിക്കണമെന്ന UN ഏജൻസികളുടെ അഭ്യർത്ഥന ഇസ്രായേൽ ഇനിയും മുഖവിലക്കെടുത്തിട്ടില്ല. അത് തള്ളുകയാണ്. അതിന്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള ദുരിതം അനുഭവിക്കുന്നത് ഈ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടുന്ന വലിയൊരു ജനസഞ്ചയമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായിട്ടുള്ള അതിശൈത്യം പിടിമുറുക്കിയിരിക്കുന്ന ഗസയിൽ ഈ ജനത നേരിടുന്നത് വളരെ വളരെ പ്രയാസകരമായിട്ടുള്ള ദുരിതപൂർണമായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ്. അമൃത. ശരി, MCA നാസറാണ് ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യയിലെ വിസ സർവീസ് ബംഗ്ലാദേശ് നിർത്തിവെച്ചു. ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലാണ് വിസ സർവീസ് നിർത്തിയത്. ഒഴിവാക്കാനാകാത്ത സാഹചര്യം കാരണമാണ് നടപടി എന്നാണ് വിശദീകരണം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുഹൈൽ, ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുന്നു. നമുക്കറിയാം, ഈ ചിറ്റഗോങ്ങിലെ വിസ സേവനം ഇന്ത്യ നിർത്തിവെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അവിടെയും അത് തന്നെ ആവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനൊരു തുടർ നടപടി എന്നുള്ള രീതിയിലാണെന്ന് കരുതാമോ? അമൃത, ബംഗ്ലാദേശിലെ യുവനേതാവ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വൻതോതിൽ വർദ്ധിക്കുന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. വലിയ വിള്ളൽ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ഉണ്ടാകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഡൽഹിയിലുള്ള ബംഗ്ലാദേശിൻ്റെ ഹൈക്കമ്മീഷനാണ് ഇപ്പോൾ പുറത്തൊരു നോട്ടീസ് പതിച്ചിരിക്കുന്നത്. അടുത്ത ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ എല്ലാ വിസ നടപടികളും നിർത്തിവെക്കുകയാണ് എന്ന് നോട്ടീസിൽ പറയുന്നു. ഇത് ഒഴിവാക്കാനാകാത്തൊരു സാഹചര്യം കൊണ്ടാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് കടന്നതെന്നും എല്ലാവരും സഹകരിക്കണമെന്നും ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിസ നടപടികൾ ഇനി ഉണ്ടാവില്ല എന്നുമാണ് ഈ നോട്ടീസിൽ പറയുന്നത്. ഇതേ നടപടി ചിറ്റഗോങ്ങിൽ ബംഗ്ലാദേശിലുള്ള ഇന്ത്യയുടെ ചിറ്റഗോങ്ങിലുള്ള ഹൈക്കമ്മീഷനിലും ഇതേ നടപടി ഇന്ത്യ സ്വീകരിച്ചിരുന്നു. അവിടെ നിന്നും വിസ സേവനങ്ങൾ ഇന്ത്യയും നിർത്തിവെച്ചിരുന്നു. ഈ രണ്ട് ഹൈക്കമ്മീഷന് മുമ്പിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് കാരണം. ഈ യുവനേതാവിൻ്റെ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന തരത്തിലുള്ള ചില പ്രചാരണങ്ങൾ ബംഗ്ലാദേശിലുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ അറിയിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നത്. അതിന് പിന്നാലെയാണ് ഇന്ത്യ വിരുദ്ധ വികാരം ശക്തമായി ബംഗ്ലാദേശിൽ അലയടിക്കുന്നത്. അതിനിടയിൽ ഒരു ഹിന്ദു യുവാവിനെ ആൾക്കൂട്ട മർദ്ദനം ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ ചില കൺസേൺ ബംഗ്ലാദേശ് സർക്കാരിനെ അറിയിച്ചു. യൂണിറ്റ് സർക്കാർ അതിന് നൽകിയ മറുപടിയിലും ഇന്ത്യ തൃപ്തരല്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ബംഗ്ലാദേശിൽ വലിയ ആക്രമണങ്ങൾ നടക്കുന്നില്ല, അത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നു എന്നുമാണ് മുഹമ്മദ് യൂനുസ് സർക്കാർ ഡൽഹിയെ അറിയിച്ചത്. പക്ഷേ അത് പോരാ എന്ന നിലപാടിലാണ് ഇന്ത്യ ഉള്ളത്. അതിൻ്റെയൊക്കെ പിന്നാലെയായിരുന്നു വലിയ പ്രതിഷേധങ്ങൾ ഈ രണ്ട് ഹൈക്കമ്മീഷൻ്റെയും മുമ്പിൽ ഉണ്ടാകുന്നത്. ഇന്ത്യയിലെ ഡൽഹിയിലെ ഹൈക്കമ്മീഷന് മുമ്പിൽ വലിയ പ്രതിഷേധം ബംഗ്ലാദേശിനെതിരെ നടന്നു. ചിറ്റഗോങ്ങിലെ ഹൈക്കമ്മീഷന് മുമ്പിൽ ബംഗ്ലാദേശികളും ഇന്ത്യക്കെതിരെ പ്രതിഷേധിച്ചു. ഈ രണ്ട് സംഭവങ്ങളും മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ രണ്ട് ഹൈക്കമ്മീഷനും വിസ സർവീസുകൾ നിർത്തിവെക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കാലങ്ങളായി ബംഗ്ലാദേശിൻ്റെ പിറവിക്ക് കാരണം തന്നെ ഇന്ത്യയുടെ കൈകളായിരുന്നു എന്ന് നമുക്കറിയാം. അതിനുശേഷം കഴിഞ്ഞ കുറേ കാലമായി രണ്ട് രാജ്യങ്ങളും തമ്മിൽ വളരെ വലിയ സൗഹൃദത്തോടു കൂടി പോയിരുന്ന ഒരു സാഹചര്യമായിരുന്നു. കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ വലിയ പ്രതിഷേധവും അതേപോലെ തന്നെ ജനകീയമായ വിപ്ലവവും, അതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീനയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം കൊടുക്കുന്നു എന്ന ഒരു പ്രശ്നത്തെ കൂടി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ബംഗ്ലാദേശിലെങ്ങും ഇപ്പോൾ ഒരു ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള വികാരം കൂടി ഉണ്ടാകുന്നത്. മുഹമ്മദ് യൂനുസ് സർക്കാർ അത്തരം നിലപാടുകളില്ല എന്ന് പറയുകയും ഈ അടുത്ത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ വലിയ സന്ദർശനങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു കൊലപാതകം, ഹാദിയുടെ കൊലപാതകം, അത് വീണ്ടും കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിക്കുകയാണ്. ഉറ്റ സൗഹൃദ രാജ്യങ്ങളായിരുന്ന രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ വീണ്ടും വലിയ ഒരു വിള്ളലിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, BK സുഹൈലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഒമാൻ സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി സുൽത്താൻ ഹൈതം ബിൻ താരിഖ്. ഒമാന്റെ സമഗ്ര വികസനം, സാമ്പത്തിക സാമൂഹിക മേഖലകളുടെ നേട്ടങ്ങൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. വികസന കാര്യങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് സ്റ്റേറ്റ് കൗൺസിൽ നടത്തിയ ശ്രമങ്ങളെയും സംഭാവനകളെയും സുൽത്താൻ അഭിനന്ദിച്ചു.
രാജ്യ പുരോഗതിയിൽ സർക്കാർ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് സ്റ്റേറ്റ് കൗൺസിൽ നടത്തിയ ശ്രമങ്ങളെയും സംഭാവനകളെയും സുൽത്താൻ അഭിനന്ദിച്ചു. സദസ്സിൽ സ്റ്റേറ്റ് കൗൺസിലും വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ തമ്മിലുള്ള അനിവാര്യമായ സഹകരണത്തെക്കുറിച്ചും സുൽത്താൻ എടുത്തു പറഞ്ഞു. ദേശീയ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് എല്ലാ സ്റ്റേറ്റ് സംവിധാനങ്ങളുടെയും പൊതുവായ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിൻ്റെയും പൗരന്മാരുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പൊതുനയങ്ങൾ വികസിപ്പിക്കുന്നതിനും വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇത് ഉറപ്പാക്കാൻ സാമൂഹിക സ്ഥിരതയെയും സുസ്ഥിര വളർച്ചയും പിന്തുണക്കുന്ന ഫലപ്രദമായ എക്സിക്യൂട്ടീവ് സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ സുൽത്താൻ നിർദ്ദേശിച്ചു. പൊതുജനങ്ങളുടെ ആശങ്കകളുമായി സജീവമായി ഇടപഴകേണ്ടതിന്റെ പ്രാധാന്യവും സുതാര്യമായ ആശയവിനിമയത്തിന്റെയും ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ദേശീയ നേട്ടങ്ങളെയും നിലവിലുള്ള സംരംഭങ്ങളെയും കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് ആവശ്യമായ വേദികൾ ഉപയോഗപ്പെടുത്താൻ സുൽത്താൻ അഭ്യർത്ഥിച്ചു. മീഡിയ 1 മസ്കത്ത്. കുവൈത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മയക്കുമരുന്ന് വിഭാഗത്തിലുള്ളതും സൈക്കോട്രോപിക് സ്വഭാവമുള്ളതുമായ മരുന്നുകൾക്ക് മെഡിക്കൽ കുറിപ്പടി നിർബന്ധമാക്കി പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി പുറപ്പെടുവിച്ച മന്ത്രിതല പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കുവൈത്തിൽ ലൈസൻസ് ഉള്ള ഡോക്ടർ നൽകിയ കുറിപ്പടിയുള്ള മരുന്നുകൾക്ക് ഈ നിയന്ത്രണങ്ങൾ ബാധകമല്ല. പുതിയ നിയമം ഡിസംബർ 15 മുതൽ പ്രാബല്യത്തിൽ വന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ദുബൈയിലെ ജ്വല്ലറിയിൽ നിന്ന് 10 കിലോ സ്വർണം തട്ടിയെടുത്ത കേസിൽ 2 മലയാളി ജീവനക്കാർക്ക് ദുബൈ അപ്പീൽ കോടതി തടവും പിഴയും വിധിച്ചു. 2 കോട്ടയം സ്വദേശികൾക്കാണ് 1 വർഷം തടവും 14 ലക്ഷം ദിർഹം പിഴയും വിധിച്ചത്. പ്രതികളിൽ ഒരാൾ ദുബൈയിൽ പിടിയിലായെങ്കിലും മറ്റൊരാൾ നാട്ടിലേക്ക് രക്ഷപ്പെട്ടു. ദുബൈ ദേര ഗോൾഡ് സൂക്കിലെ റിച്ച് ഗോൾഡ് ജ്വല്ലറിയിൽ നിന്ന് 10 കിലോ സ്വർണം തട്ടിയെടുത്തു എന്ന കേസിലാണ് 2 കോട്ടയം സ്വദേശികൾക്ക് ദുബൈയിലെ അപ്പീൽ കോടതി ശിക്ഷ വിധിച്ചത്. ജ്വല്ലറി മാനേജറായിരുന്ന മുഹമ്മദ് അജാസ്, സൂപ്പർവൈസറായിരുന്ന അജ്മൽ കബീർ എന്നിവരാണ് പ്രതികൾ. ഇതിൽ അജ്മൽ കബീർ ദുബൈ പോലീസിന്റെ പിടിയിലായെങ്കിലും മുഹമ്മദ് അജാസ് ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു. 2022-23 കാലയളവിൽ വളരെ ആസൂത്രിതമായി ജ്വല്ലറിയിൽ നിന്ന് സ്വർണം തട്ടിയെടുത്തു എന്നാണ് കേസ്. വിവാഹ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് മറ്റൊരു ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ 120 ഗ്രാം സ്വർണം തിരികെ കിട്ടാൻ അതിന്റെ നടത്തിപ്പുകാർ റിച്ച് ജ്വല്ലറിയെ സമീപിച്ചപ്പോഴാണ് മോഷണത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കോടികൾ വിലമതിക്കുന്ന സ്വർണം നഷ്ടപ്പെട്ടതായി വ്യക്തമായി. വിവാഹത്തിന് നാട്ടിൽ പോയ അജ്മൽ കബീറിനെ ദുബൈയിലെത്തിച്ചാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കോടതി വിധിക്കെതിരെ പ്രതികൾ അപ്പീൽ നൽകിയെങ്കിലും ആദ്യ വിധി സുപ്രീം കോടതി ശരിവച്ചു. നഷ്ടപ്പെട്ട സ്വർണം തിരികെ ലഭിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ട മുഹമ്മദ് അജാസിനെതിരെ റിച്ച് ഗോൾഡ് ഉടമയായ മുഹമ്മദ് സലീം കേരളത്തിലും പരാതി നൽകിയിട്ടുണ്ട്. അജാസിനെ പിടികൂടാൻ കോടതിയുടെ സഹായത്തോടെ ഇന്റർപോളിനെ സമീപിച്ചിരിക്കുകയാണിപ്പോൾ. 8 ജീവനക്കാർ മാത്രമുണ്ടായിരുന്ന സ്വർണ്ണ മൊത്ത വ്യാപാര സ്ഥാപനം ഇപ്പോൾ മുഴുവൻ തൊഴിലാളികളെയും പിരിച്ചുവിട്ട് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അപ്പീൽ കോടതി വിധിക്കെതിരെ പ്രതികൾക്ക് വേണമെങ്കിൽ ഫെഡറൽ സുപ്രീം കോടതിയെ സമീപിക്കാമെന്നും നിയമവിദഗ്ധർ പറഞ്ഞു. മീഡിയ 1 ദുബായ്. ലോകത്തിലെ ഏറ്റവും വലിയ വിനോദ കായിക നഗരിയായ ഖിദ്ദിയ ഈ മാസം 31-ന് തുറക്കും. പുതുവർഷത്തിൽ ലോകത്തെ വിവിധ റെക്കോർഡുകൾ തകർക്കുന്നതാകും വിനോദ നഗരിയിലെ സാഹസിക റൈഡുകൾ. 2034 ഫിഫ ലോകകപ്പിനും വേദിയൊരുങ്ങുന്ന ഖിദ്ദിയയിൽ ആദ്യം തുറക്കുന്നത് 6 ഫ്ലാഗ്സിന്റെ സാഹസിക പാർക്കാണ്. ഇതിന് പിന്നാലെ വാട്ടർ തീം പാർക്കുകളും ഗോൾഫ് കേന്ദ്രങ്ങളും തുറക്കും. എണ്ണ ഇതര വരുമാനം ലക്ഷ്യം വെച്ചുള്ള സൗദിയിലെ സുപ്രധാന പ്രഖ്യാപനമായിരുന്നു ഖിദ്ദിയ പാർക്ക്. ഖിദ്ദിയ പാർക്കിൽ നിന്ന് അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ. من ديسمبر الجاري مدينة القدية تفتتح أول أصولها منتزه 6 فلاجز. ഖിദ്ദിയ പാർക്കിൽ നിന്ന് അഫ്താബ് റഹ്മാൻ വിശദമായ വിവരങ്ങൾ നൽകും. സൗദി അറേബ്യയുടെ സ്വപ്ന പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഖിദ്ദിയ. ഖിദ്ദിയ നിലനിൽക്കുന്നത് സൗദി അറേബ്യയിലെ റിയാദിൽ നിന്നും മക്ക റോഡിലേക്ക് പോകുന്ന വഴിയിൽ ഏതാണ്ട് 40 കിലോമീറ്റർ അകലെയായിട്ടാണ്. അതായത് റിയാദ് നഗരത്തിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ മക്ക റോഡിലാണ് ഖിദ്ദിയ നഗരി നിലനിൽക്കുന്നത്. ഖിദ്ദിയ നഗരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിനോദ കായിക നഗരം എന്നുള്ളതാണ്. വെറും വിനോദം മാത്രമല്ല, കായിക മാമാങ്ങൾ കൂടി ഈ പ്രദേശം
വേദിയാകും. ഇത് നിലനിൽക്കുന്ന പ്രദേശം തുവൈക്ക് മലനിരകളുടെ താഴ്വാരത്തായിക്കൊണ്ടാണ്, അതായത് റിയാദിലെ എഡ്ജ് ഓഫ് ദി വേൾഡ് ഒക്കെ നിലനിൽക്കുന്ന ആ ഒരു മലനിരവാരത്തിൻ്റെ ഒരു ഭാഗത്തായിക്കൊണ്ടാണ് കിദ്ദിയ നഗരി നിലനിൽക്കുന്നത്. ഈ കിദ്ദിയ നഗരിയിൽ തന്നെ ഏതാണ്ട് 28 റൈഡുകൾ ഉൾക്കൊള്ളുന്ന 6 ഫ്ലാഗ്സ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര ബ്രാൻഡിൻ്റെ ഒരു വേദിയാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത 28 സാഹസിക റൈഡുകളാണ് ഈ കിദ്ദിയ വിനോദ നഗരിയിൽ ഉണ്ടാവുക. ഇവിടെ കുട്ടികൾക്ക്, കുടുംബങ്ങൾക്ക്, ഒപ്പം തന്നെ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കുള്ള വിവിധ തരത്തിലുള്ള റൈഡുകളുണ്ട്. അതിൽ ഭൂരിഭാഗവും ലോക റെക്കോർഡ് ഭേദിക്കുന്നവയാണ്. എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയതും ഉയരം കൂടിയതും വേഗം കൂടിയതുമായിട്ടുള്ള റോളർ കോസ്റ്റർ ഈ മേഖലയിൽ നിലനിൽക്കുന്നു. ഇതോടൊപ്പം തന്നെ വ്യത്യസ്തമായ ഉയരങ്ങളിലുള്ള വിവിധ കായിക പരിപാടികൾക്കും വിനോദ പരിപാടികൾക്കും സാഹസിക പരിപാടികൾക്കും ഇത് വേദിയാകും. മറ്റൊരു പ്രത്യേകത, കിദ്ദിയ നഗരിയിൽ തന്നെയാണ് ലോകത്തിലെ ഫോർമുല 1 വേദിയാകാൻ പോകുന്ന പ്രധാനപ്പെട്ട ട്രാക്ക് ഒരുങ്ങുന്നത്. മാത്രവുമല്ല, ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് 2034 സൗദി അറേബ്യ ആതിഥ്യമരുളാൻ പോകുന്ന വേൾഡ് കപ്പിന് വേദി ഒരുങ്ങുന്നതും കിദ്ദിയയിലുള്ള ഈ തുവൈക്ക് മലനിരകളിലും ഒപ്പം തന്നെ കിദ്ദിയ പ്രദേശത്തോടും ചേർന്നാണ്. ഈ രീതിയിൽ വ്യത്യസ്തമായ വിനോദ കായിക പരിപാടികളിലൂടെ രാജ്യത്തേക്ക് എണ്ണ ഇതര വരുമാനം കൊണ്ടുവരാനുള്ള പ്രത്യേകമായിട്ടൊരു പദ്ധതിയുടെ ഭാഗം കൂടിയാണ് കിദ്ദിയയിൽ ഇപ്പോൾ തുറക്കപ്പെടുന്ന ഈ പദ്ധതികൾ. വിവിധ വിനോദ പരിപാടികൾക്കും സാഹസിക പരിപാടികൾക്കും വേദിയാകുന്ന കിദ്ദിയയിലെ ആദ്യ ഇനമായ അല്ലെങ്കിൽ ആദ്യ സാഹസിക റൈഡുകൾ ഉൾപ്പെടുന്ന 6 ഫ്ലാഗ്സ് ആണ് ഈ മാസം 31-ന് തുറക്കാൻ പോകുന്നത്. 345 റിയാലായിരിക്കും 6 ഫ്ലാഗ്സിലേക്കുള്ള പ്രവേശന നിരക്ക്. ഈ പ്രവേശന ടിക്കറ്റ് വഴി 28 റൈഡുകളും ആളുകൾക്ക് ഉപയോഗപ്പെടുത്താം. കുടുംബങ്ങൾക്കും കുട്ടികൾക്കുമെല്ലാം തന്നെ ഒരേ തരത്തിൽ ഉപയോഗപ്പെടുത്താവുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു സജ്ജീകരണവും രീതികളും എല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഏതായിരുന്നാലും റിയാദിൽ പാർക്കുകൾ ഉണ്ടെങ്കിലും ഒരുപക്ഷെ ഇത്ര സാഹസിക വിനോദങ്ങൾക്ക് വേദിയാകുന്ന ഒരിടം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനുകൂടി ഇപ്പോൾ ഉത്തരമാവുകയാണ് കിദ്ദിയ ഈ മാസം 31-ന് തുറക്കപ്പെടും. അതിലേക്കുള്ള ടിക്കറ്റുകൾക്കായുള്ള ബുക്കിംഗ് ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സൗദി വാർത്താ വിതരണ മന്ത്രിയും കിദ്ദിയ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് ഇന്ന് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇതുവഴി സൗദി അറേബ്യയുടെ എണ്ണ ഇതര വരുമാനം ധാരാളമായി എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. പ്രത്യേകിച്ച് സൗദി അറേബ്യയിലുള്ള സൗദി പൗരന്മാരും വിദേശികളും കാര്യമായി നേരത്തെ വിനോദ പരിപാടികൾക്കെല്ലാം നേരത്തെ ഉപയോഗപ്പെടുത്തിയത് GCCയിലെ മറ്റു രാഷ്ട്രങ്ങളെയായിരുന്നു. എന്നാൽ ആ രാഷ്ട്രങ്ങളിലുള്ള വിനോദ പരിപാടികളെ കവച്ചു വെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുതുതായി സൗദി അറേബ്യയിൽ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് കിദ്ദിയ ഈ ഡിസംബർ 31-ന് ലോകത്തിന് മുന്നിൽ തുറക്കുന്നത്. വിദേശികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ വിനോദത്തിന് വേദിയാകുന്നതായിരിക്കും ഈ ഇടം. വിഷൻ 2050 ഭാഗമായി ബഹ്റൈനെ ആഗോള വിനോദ കേന്ദ്രമാക്കി ഉയർത്താൻ വൻ പദ്ധതികൾ. രാജ്യത്തിന്റെ ടൂറിസം എന്റർടൈൻമെന്റ് മേഖലയിൽ ചരിത്രപരമായ മാറ്റങ്ങളാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ബോളിവുഡ് സിനിമാ സ്റ്റുഡിയോകൾ, ഔട്ട്ഡോർ സ്കൈ ഡൈവിംഗ്, ഹോട്ട് എയർ ബലൂൺ യാത്രകൾ തുടങ്ങി അത്യാധുനിക പദ്ധതികളാണ് വിഷൻ 2050 ഭാഗമായി ബഹ്റൈൻ വിഭാവനം ചെയ്യുന്നത്. ഇതു സംബന്ധിച്ച് സദേൺ മുനിസിപ്പൽ കൗൺസിൽ തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ ഉടൻ തന്നെ ഹൌസിംഗ് ആൻഡ് അർബൻ പ്ലാനിംഗ് മന്ത്രാലയത്തിനും ഇക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡിനും സമർപ്പിക്കും. ബഹ്റൈനെ അന്താരാഷ്ട്ര സിനിമാ നിർമ്മാണത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. ഇതിനായി ബോളിവുഡ് സിനിമാ സ്റ്റുഡിയോകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശം സദേൺ മുനിസിപ്പാലിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ അവഞ്ചേഴ്സ് സിനിമയുടെ ചിത്രീകരണത്തിനായി സൂപ്പർ താരങ്ങൾ ബഹ്റൈനിലെത്തിയതും ഈ നീക്കത്തിന് പ്രചോദനമായിട്ടുണ്ട്. ഗ്രാവിറ്റിയുമായി സഹകരിച്ച് നിലവിലുള്ള ഇൻഡോർ സംവിധാനത്തിന് പുറമെ ഔട്ട്ഡോർ സ്കൈ ഡൈവിംഗ് ആരംഭിക്കാനും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഗവർണറേറ്റിന്റെ വിശാലമായ ഭൂപ്രകൃതി പ്രയോജനപ്പെടുത്തി ഹോട്ട് എയർ ബലൂൺ സർവീസുകളും തുടങ്ങും. അൽ-അരീൻ വൈൽഡ് ലൈഫ് പാർക്കിനെ കൂടുതൽ വിപുലീകരിക്കുന്നതും പദ്ധതിയുടെ ഭാഗമാണ്. ബഹ്റൈന്റെ പ്രധാനപ്പെട്ട വിവിധ മേഖലകളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വികസനമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ബഹ്റൈനെ ആഗോള ടൂറിസം ഭൂപടത്തിൽ മുൻനിരയിലെത്തിക്കാനും സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. മീഡിയ 1 ബഹ്റൈൻ. മസ്കത്ത് നൈറ്റ്സിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. ജനുവരി 1 മുതൽ 31 വരെ നീളുന്ന മസ്കത്ത് നൈറ്റ്സ് ഒമാന്റെ തലസ്ഥാനത്തെ മുഴുവൻ ഉത്സവലഹരിയിലേക്ക് നയിക്കും. വിനോദം, കല, സംസ്കാരം, കായികം തുടങ്ങി സമഗ്ര നഗരോത്സവമായാണ് ഈ വർഷത്തെ മസ്കത്ത് നൈറ്റ്സ് ഒരുക്കിയിരിക്കുന്നത്. ഗുറം നാഷണൽ പാർക്ക്, അമറാത്ത് പാർക്ക്, ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ ഗ്രൗണ്ട് തുടങ്ങി വിവിധയിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് പരിപാടികൾ. ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ വേദി അന്താരാഷ്ട്ര കലാകാരന്മാരുടെ അക്രോബാറ്റിക് പ്രകടനങ്ങൾ ഹോളോഗ്രാം സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തിയുള്ള ദൃശ്യങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാകും. കുട്ടികൾക്കായി ശാസ്ത്രം, ബഹിരാകാശം, കല എന്നിവ പരിചയപ്പെടുത്തുന്ന ഇൻട്രാക്റ്റീവ് സോണുകളും ഒരുക്കിയിട്ടുണ്ട്. ഗുറം പാർക്കിലെ ഡ്രോൺ ഷോകൾ മസ്കറ്റിൻ്റെ സാംസ്കാരിക പ്രതീകങ്ങൾ ആകാശത്ത് വരക്കും. അതോടൊപ്പം മാഷ ആൻഡ് ദ ബെയർ പരിപാടികൾ കുട്ടികൾക്ക് സാങ്കല്പിക ലോകത്തിലേക്കുള്ള ഒരു യാത്രയായി മാറും.
മസ്കറ്റ് നൈറ്റ്സിന്റെ കായിക ഹൈലൈറ്റായി അറൈമി ബോളിവാഡിൽ അന്താരാഷ്ട്ര ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കമാകും. വാദി അൽകൂത്ത്, ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ വേദികൾ, ഡ്രിഫ്റ്റിംഗ് കാർ ഷോകൾ, സിപ്ലൈൻ പോലുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റികൾ കൊണ്ട് നിറയും. സീ ബീച്ചിൽ ബീച്ച് ഫുട്ബോൾ, വോളിബോൾ ടൂർണമെന്റുകളും നടക്കും. അല്ലമിറത് പാർക്കും ഗുറം പാർക്കും ഹെറിറ്റേജ് വില്ലേജ് ഒരുക്കും. കൈത്തറി, നാടൻ കലകൾ, ഒമാനി ഭക്ഷണം എന്നിവ ലൈവായി ഇവിടെ അവതരിപ്പിക്കും. അൽഗുവേർ സ്ക്വയർ ഒമാൻ ഡിസൈൻ വീക്കിനും വേദിയാകും. റോയൽ അപ്പർ ഹൗസ് മസ്കറ്റിൽ നടക്കുന്ന ഫാഷൻ വീക്കിൽ അന്താരാഷ്ട്ര ഡിസൈനർമാർ പങ്കെടുക്കും. മീഡിയ 1 മസ്കത്ത്. ഖത്തർ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ദർബ് അൽ സായിയിൽ നടന്ന ആഘോഷ പരിപാടികളിൽ റെക്കോർഡ് ജനപങ്കാളിത്തം. 3 ലക്ഷം പേരാണ് ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലായിരുന്നു പരിപാടികൾ. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളംബരം ചെയ്യുന്ന ആഘോഷ പരിപാടികളാണ് ഉംസലാലിലെ ദർബ് അൽ സായി വേദിയിൽ അരങ്ങേറിയത്. 11 ദിവസം നീണ്ടുനിന്ന ആഘോഷത്തിൽ പങ്കെടുക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ ഒഴുകിയെത്തി. ദിനം പ്രതി എത്തിയത് ശരാശരി 30,000 പേർ. 1.5 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള സ്ഥിരം വേദിയിലായിരുന്നു സാംസ്കാരിക കലാപരിപാടികൾ. വിവിധ മന്ത്രാലയങ്ങളും സന്നദ്ധ സംഘടനകളും ആഘോഷത്തിന്റെ ഭാഗമായി. ഖത്തറി ചരിത്രത്തെ അടുത്തറിയാനായി പൈതൃക വില്ലേജ്, ഇന്ററാക്റ്റീവ് എക്സിബിഷനുകൾ, കരകൗശലമേള, തത്സമയ സംഗീത പരിപാടികൾ തുടങ്ങിയവ ദർബ് അൽ സായിയിൽ ഒരുക്കിയിരുന്നു. കാവ്യസന്ധ്യയും കുട്ടികൾക്കായുള്ള പ്രവൃത്തിമേളയും മാരിടൈം എക്സിബിഷനും കാണികളെ ആകർഷിച്ചു. 2022 മുതലാണ് ദർബ് അൽ സായി ഖത്തർ ദേശീയ ദിനാഘോഷങ്ങളുടെ സ്ഥിരം വേദിയായി മാറിയത്. മീഡിയ 1 ദോഹ. ഇലക്ട്രോണിക് സംവിധാനങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഇന്ന് രാത്രി 10 മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ 2 വരെ എല്ലാ ഇലക്ട്രോണിക് റെസിഡൻസി സേവനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. സിസ്റ്റത്തിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും സ്ഥിരത മെച്ചപ്പെടുത്താനും സേവനങ്ങളുടെ തുടർച്ച ഉറപ്പാക്കാനുമുള്ള സാങ്കേതിക അപ്ഡേഷന്റെ ഭാഗമായാണ് നടപടി. സേവനങ്ങൾ നിർത്തിവെക്കുന്ന സമയത്ത് ഈ റെസിഡൻസി സംബന്ധമായ ഇടപാടുകൾ നടത്താൻ സാധിക്കില്ല എന്നും മന്ത്രാലയം വ്യക്തമാക്കി. കുവൈത്തിലെ സർക്കാർ മേഖലയിലെ വ്യാജ സർവകലാശാല ബിരുദങ്ങളുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം സമഗ്ര അന്വേഷണം ആരംഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന 123 കുവൈറ്റ് പൌരന്മാരാണ് അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർ സമർപ്പിച്ച ചില അക്കാദമിക് സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികതയെക്കുറിച്ച് സംശയങ്ങൾ ഉയർന്നതായി അധികൃതർ വ്യക്തമാക്കി. ബിരുദരേഖകൾ, സർവകലാശാല മുദ്രകൾ, അക്കാദമിക് ഡേറ്റ എന്നിവയുടെ സാങ്കേതിക പരിശോധനകൾ പുരോഗമിക്കുകയാണ്. സമൂഹമാധ്യമങ്ങളിൽ കർശന നിരീക്ഷണവുമായി കുവൈത്ത് അധികൃതർ. സോഷ്യൽ മീഡിയയിൽ പൊതുധാർമ്മികത ലംഘിച്ചതിന് കുവൈത്ത് പൌരയായ ഒരു വനിതയെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ചോദ്യോത്തര പരിപാടിയുടെ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച വീഡിയോ ക്ലിപ്പ് സുരക്ഷാ വിഭാഗം നിരീക്ഷിച്ചതിന് ശേഷമാണ് അറസ്റ്റ്. പൊതുമാന്യതയെ വ്രണപ്പെടുത്തുന്നതും കുവൈത്ത് സമൂഹത്തിന്റെ മൂല്യങ്ങൾക്കും ആചാരങ്ങൾക്കും വിരുദ്ധവുമായ ഉള്ളടക്കമാണ് പ്രസിദ്ധീകരിച്ചതെന്ന് റിപ്പോർട്ടുണ്ട്. സാമൂഹിക മൂല്യങ്ങളെയോ പൊതുധാർമ്മികതയെയോ ദുർബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല എന്നും നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. മലയാളി ഫുട്ബോൾ പ്രേമികളിൽ നിന്ന് തനിക്ക് ലഭിച്ച പിന്തുണ അതിശയിപ്പിക്കുന്നതായിരുന്നുവെന്ന് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം ഇവാൻ കാൽയൂഷ്നി. അജ്മാനിൽ മീഡിയ 1 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുക്രൈനു വേണ്ടി ലോകകപ്പ് കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവാൻ ഇപ്പോൾ. മീഡിയ 1 എക്സ്ക്ലൂസീവ്. ഷൈജു ദാമോദരൻ കാൽപാദം ചുംബിച്ച യുക്രൈനിയൻ താരം ഇവാൻ കലൂഷ്നി അജ്മാനിലെ H16 ഫുട്ബോൾ അക്കാദമി, സ്പോർട്സ് അക്കാദമിയിലെ കുട്ടി താരങ്ങളുമായി സംവദിക്കാൻ എത്തിയതാണ് അദ്ദേഹം. ഇവാൻ, വി കേരള പീപ്പിൾ റിമെമ്പർ യു വിവിഡ്ലി ആഫ്റ്റർ ഷൈജു ദാമോദരൻ, the commentator, kissed your foot during an interview. Yeah. Do you still remember that incident? Yeah, I remember this accident, but it's for me, it was something special because it was first time, but for me it's nothing. Yeah, it's. കേരളത്തിൽ കളിച്ചപ്പോൾ ആരാധകരുടെ പിന്തുണ അതിശയിപ്പിച്ചെന്നും സ്റ്റേഡിയങ്ങൾ എല്ലായ്പ്പോഴും നിറഞ്ഞു നിന്നതും ഇന്നും ഇപ്പോഴും തനിക്ക് കേരളത്തിൽ നിന്നും മെസ്സേജുകൾ ലഭിക്കാറുണ്ടെന്നും താരം പറഞ്ഞു. Of course, when I was in Kerala, it's Kerala fans was amazing. It's best fans. It's always was full stadium, and they are very, very good fans. Yeah, and also for now it's was 2 years before. Yeah, but they always send me message and they love me. അതേസമയം യുക്രൈൻ ദേശീയ ടീമിനായി ലോകകപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇവാൻ കലൂഷ്നി. ഭാവിയിൽ മികച്ച താരങ്ങളാകാൻ കുട്ടികൾക്ക് ആശംസകൾ നേർന്നാണ് താരം മടങ്ങിയത്. മീഡിയ 1 അജ്മാൻ.
സൗദിയുടെ ആഡംബര കപ്പലായ അയോറ ക്രൂയിസ് സർവീസ് ആരംഭിച്ച വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. 3 ഭൂഖണ്ഡങ്ങളിലൂടെ 50-ലേറെ സർവീസുകളാണ് ക്രൂയിസ് കപ്പൽ നടത്തിയത്. സൗദിയിലെ ജിദ്ദ ചെങ്കടൽ തീരത്ത് നിന്നാണ് ഈ മനോഹര കപ്പൽ സർവീസ് ആരംഭിക്കുന്നത്. സൗദി ക്രൂയിസ് കമ്പനിക്ക് കീഴിലെ ആദ്യ കപ്പലാണ് അയോറ ക്രൂയിസ്. സർവീസ് ആരംഭിച്ച് 1 വർഷം പിന്നിടുമ്പോൾ യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ ഭൂഖണ്ഡങ്ങൾ താണ്ടി 50 സർവീസുകൾ പൂർത്തിയാക്കി. മീറ്റർ നീളവും 40 മീറ്റർ വീതിയുമുള്ള ഭീമൻ കപ്പലിന് 19 നിലകളാണുള്ളത്. സ്യൂട്ടുകൾ, വില്ലകൾ, സ്റ്റാൻഡേർഡ് ക്യാബിനുകൾ എന്നിവ ഉൾപ്പെടെ 1678 ക്യാബിനുകളാണ് ആഡംബര കപ്പലിന്റെ പ്രത്യേകത. 3 നൈറ്റ് വരുന്ന ഒരു യാത്രയായിരുന്നു അത്. ഈ ത്രൂ ഔട്ട് ഈ 3 ദിവസം നമുക്ക് ഒരു മിനിറ്റ് പോലും ഒഴിവില്ലാത്ത വിധം വളരെ വ്യത്യസ്തകരമായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസുകളാണ് അവർ ഷിപ്പിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് പുറമേ ആയിട്ട് കുട്ടികൾക്കുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് ഗെയിംസ്, പ്രോഗ്രാംസുകളൊക്കെ അത് വേറെ ഉണ്ട്. സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ക്രൂയിസ് കപ്പൽ യാത്ര നടത്തി. ദമാം, ദുബൈ, മസ്കത്ത്, സലാല എന്നിവിടങ്ങൾ സന്ദർശിക്കുന്നതിനായി കപ്പൽ ഫെബ്രുവരി മുതൽ അറേബ്യൻ ഗൾഫിലേക്ക് നീങ്ങും. അറേബ്യ ക്രൂസ് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഒരു 1 ടൈം മസ്റ്റ് ട്രൈ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ പാപ്പ പെട്ടെന്ന് തന്ന ഒരു സർപ്രൈസ് ആയിരുന്നു. നമ്മൾ അവിടെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, കുറെ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. വാർഷികത്തോടനുബന്ധിച്ച് ഈ മാസം യാത്രക്ക് പ്രത്യേക ഓഫറുകളും പ്രഖ്യാപിച്ചു. അവധിയായതോടെ നിരവധി മലയാളികളും യാത്രയുടെ ഭാഗമാവുന്നുണ്ട്. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. കനത്ത മഴയും തണുപ്പും തുടരുന്ന ഗസയിൽ റഹ്മ ഗ്ലോബൽ സൊസൈറ്റി അടിയന്തര ഷെൽട്ടർ പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിച്ചു. കുടിയിറക്കപ്പെട്ടതും ദുരിതമനുഭവിക്കുന്നതുമായ കുടുംബങ്ങൾക്കായി ഏകദേശം 3000 ടെന്റുകളും 1000 താൽക്കാലിക കക്കൂസുകളും ഉൾപ്പെടുത്തിയ സഹായ ട്രക്കുകൾ ഗസയിലേക്ക് അയച്ചു. ഈജിപ്ഷ്യൻ റെഡ് ക്രസന്റിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. നിർണായക ഘട്ടത്തിലാണ് സഹായം എത്തിക്കുന്നതെന്ന് ഡയറക്ടർ ജനറൽ ഡോക്ടർ ഈസ അൽ ദഫ്രി വ്യക്തമാക്കി. സൗദി പാസ്പോർട്ട് വിഭാഗത്തിന്റെ ദക്ഷിണ മേഖലയ്ക്കുള്ള നാടുകടത്തൽ കേന്ദ്രം അബഹയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. നേരത്തെ ത്വായിഫിലായിരുന്നു കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. ഖമീസ് മുഷൈത്ത് അബ്ഹ റോഡിൽ സെൻട്രൽ ജയിലിന് എതിർവശത്താണ് പുതിയ കേന്ദ്രം. താമസരേഖ ഉൾപ്പെടെയില്ലാത്ത വിദേശികൾക്ക് ഈ കേന്ദ്രം വഴിയാണ് നാട്ടിലേക്ക് പോകാൻ കഴിയുക. അബ്ഹ സിറ്റിയോട് ചേർന്നുള്ള പുതിയ കേന്ദ്രം പ്രവാസികൾക്കേറെ ഗുണം ചെയ്യും. ജനുവരി 1 മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഒമാനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം അടച്ചിടുമെന്ന് പൈതൃക ടൂറിസം മന്ത്രാലയം അറിയിച്ചു. വ്യക്തികളും സ്ഥാപനങ്ങളും അവരുടെ സന്ദർശന പരിപാടികളിൽ മ്യൂസിയം ഉൾപ്പെടുത്തരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിക്കുന്നു. ഗാലറികൾ അടച്ചിടുമെങ്കിലും വിവിധ വിദ്യാഭ്യാസ, ശാസ്ത്രീയ പരിപാടികൾ ഉൾപ്പെടെയുള്ള മ്യൂസിയത്തിന്റെ മറ്റു പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ തുടരും. ബഹ്റൈനിലെ അൽ അരീൻ റിസർവ് പാർക്ക് ഇനി മുഹമ്മദ് ബിൻ സായിദ് നാച്ചുറൽ റിസർവ് എന്നറിയപ്പെടും. UAE പ്രസിഡന്റിനോടുള്ള ആദരസൂചകമായാണ് നാമമാറ്റം. ഹമദ് രാജാവാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ബഹ്റൈനിലെ പ്രശസ്തമായ അൽ അരീൻ നാച്ചുറൽ റിസർവിന് UAE പ്രസിഡന്റിന്റെ പേര് നൽകി ബഹ്റൈൻ. UAEയുടെ 54ാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനോടുള്ള ആദരസൂചകമായാണ് നാമമാറ്റം. മുഹമ്മദ് ബിൻ സായിദ് നാച്ചുറൽ റിസർവ് എന്നാണ് പാർക്കിന്റെ പുതിയ പേര്. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയാണ് നാമമാറ്റം സംബന്ധിച്ച രാജകൽപ്പന പുറപ്പെടുവിച്ചത്. ബഹ്റൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങളിലൊന്നായ ഈ റിസർവ് തദ്ദേശീയമായ മൃഗങ്ങളെ കൊണ്ടും പക്ഷികളെ കൊണ്ടും സമ്പന്നമാണ്. ബഹ്റൈനും UAEയും തമ്മിലുള്ള ചരിത്രപരവും സാഹോദര്യപരവുമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ UAE പ്രസിഡന്റ് നടത്തുന്ന മഹത്തായ ശ്രമങ്ങൾക്കുള്ള അംഗീകാരമായാണ് ഈ നടപടി. ബഹ്റൈനോടും ഇവിടുത്തെ ജനങ്ങളോടും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പുലർത്തുന്ന സ്നേഹത്തിനും നിരന്തരമായ പിന്തുണയ്ക്കും ഹമദ് രാജാവ് നന്ദിയും കടപ്പാടും അറിയിച്ചു. മീഡിയ 1, ബഹ്റൈൻ. ഖതാറ കൾച്ചറൽ വില്ലേജിൽ നടന്ന പ്രഥമ ദോഹ മ്യൂസിക് ആൻഡ് ടാറ്റു ഫെസ്റ്റിവൽ. ദോഹ ടാറ്റുവിന് സമാപനം. ആഭ്യന്തരമന്ത്രിയും ലഖ്വിയ കമാൻഡറുമായ ഷെയ്ഖ് ഖലീഫ ബിൻ ഹമദ് അൽ ഥാനി, സഹമന്ത്രി ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ഫൈസൽ ബിൻ മുഹമ്മദ് അൽ ഥാനി, ജർമ്മൻ മന്ത്രി അലക്സാണ്ടർ ദ്രോബിൻഡ് തുടങ്ങിയവർ സമാപന ചടങ്ങിൽ പങ്കെടുത്തു. ഖത്തർ, ഒമാൻ, US, UK, കസാഖിസ്ഥാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സൈനിക ബാൻഡുകളുടെ പരേഡും അരങ്ങേറി. ഒമാനിലെ പ്രമുഖ പെയിന്റ്, ബിൽഡിംഗ് മെറ്റീരിയൽ സ്ഥാപനമായ ഗോൾഡൻ ക്ലൗഡ്സ്, ജാലാൻ ബുഹസൻ, റൂവി എന്നിവിടങ്ങളിൽ പുതിയ ശാഖകൾ തുറന്നു. റാഷിദ് ജാബിർ സെയ്ഫ് അൽ ജാബിരിയും ബദർ അൽ വഹൈബിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ലോകോത്തര പ്രമുഖ പെയിന്റ് ബ്രാൻഡായ
ഹെംപലിന്റെ ഒമാനിലെ ഏക ഗോൾഡ് ടയർ മെമ്പർ കൂടിയാണ് ഗോൾഡൻ ക്ലൗഡ്സ്. ഡെക്കറേറ്റീവ്, പ്രോഡക്റ്റീവ്, മറൈൻ തുടങ്ങി വിവിധ തരത്തിലുള്ള പെയിന്റുകളും എല്ലാ ഔട്ട്ലെറ്റുകളിലും ലഭ്യമാണെന്ന് ഗോൾഡൻ ക്ലൗഡ്സ് മാനേജിംഗ് ഡയറക്ടർ സലിം കോട്ടായി അറിയിച്ചു. ചടങ്ങിൽ ഷബ്നം, ഷൈജു, സജിൻ അലി, ഹബീബ് പറവൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. വെള്ളപ്പൊക്കത്തിൽ നാശം നേരിട്ട വിവരം മറച്ചുവെച്ച് കാർ വിൽപ്പന നടത്തിയ കേസിൽ മലയാളിക്ക് അനുകൂലമായി ദുബായ് കോടതിയുടെ വിധി. കാറിന്റെ വിലയും നഷ്ടപരിഹാരവും ഉൾപ്പെടെ 3.25 ലക്ഷത്തോളം ദിർഹം പരാതിക്കാരന് നൽകാനാണ് കോടതി വിധി. അലൈനിലെ UAE യൂണിവേഴ്സിറ്റി മാധ്യമ വിഭാഗം ജീവനക്കാരനായ കൊട്ടക്കൽ സ്വദേശി ജാഫർ ഇബ്രാഹിമിന്റെ നിയമ പോരാട്ടമാണ് വിജയം കണ്ടത്. കനത്ത മഴയിൽ UAEയിൽ വ്യാപകമായി വെള്ളപ്പൊക്കമുണ്ടായതിന് പിന്നാലെ കഴിഞ്ഞ വർഷം മെയ്യിലാണ് ജാഫർ ഇബ്രാഹിം ദുബൈയിലെ ഒരു പാക് സ്വദേശിയിൽ നിന്ന് മെഴ്സിഡസ് ബെൻസ് കാർ സ്വന്തമാക്കുന്നത്. കാർ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയതല്ല എന്ന് വിൽക്കുന്നയാൾ പലവട്ടം വാക്ക് നൽകിയതിനു പുറമെ ഇക്കാര്യം ഉറപ്പിക്കാൻ വാഹനം ദുബായ് അൽക്കൂസിലെ ഒരു ടെസ്റ്റിംഗ് കേന്ദ്രത്തിൽ പരിശോധനയും നടത്തി. വെള്ളപ്പൊക്കം വാഹനത്തെ ബാധിച്ചിട്ടില്ല എന്നായിരുന്നു ആദ്യ പരിശോധനാ ഫലം. എന്നാൽ വാഹനം വാങ്ങി ദുബൈയിൽ നിന്ന് താമസ സ്ഥലമായ അലൈനിലേക്കുള്ള ആദ്യ യാത്രയിൽ തന്നെ തകരാറുകൾ കണ്ടു തുടങ്ങി. എൻ്റെ AC ഷട്ട് ഓഫായി. അങ്ങനെ ഞാൻ ഡയറക്റ്റ് നേരെ അലൈനിൽ ഗാരേജിൽ പോയി. AC ഫിക്സ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പം AC ഫിക്സ് ചെയ്യുന്നതിനിടയിൽ അവിടുത്തെ ഗാരേജ് താഴെ എന്നോട് ചോദിച്ചു, ഫ്ലഡഡായ വണ്ടി എന്തിനാണ് ഈ എടുത്ത് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ വണ്ടി ഫ്ലഡഡ് ആണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്ത അതേ സ്ഥലത്തേക്ക് ഞാൻ അലൈനിൽ നിന്ന് ഡയറക്റ്റ് വീണ്ടും ദുബൈയിലേക്ക് വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, വണ്ടി ഫ്ലഡഡ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വണ്ടി മേക്ക് ഷുവർ ചെയ്യുക, നിങ്ങൾ ഫസ്റ്റിലെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് കറക്റ്റാണെന്ന് മേക്ക് ഷുവർ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെയും ലീഗലി മൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ പരിശോധനയിൽ വാഹനം വെള്ളം കയറിയതാണെന്ന് വ്യക്തമായതിനു പിന്നാലെ ജാഫർ നിയമ നടപടികൾക്ക് ശ്രമം തുടങ്ങി. എന്നാൽ സെക്കൻഡ് ഹാൻഡ് കാർ വിൽപ്പന രംഗത്തുള്ള മലയാളികൾ ഉൾപ്പെടെ നിരുത്സാഹപ്പെടുത്താനാണ് ശ്രമിച്ചത്. എങ്കിലും ദുബൈയിലുള്ള സഹോദരന്റെ സഹായത്തോടെ ജാഫർ കോടതിയെ സമീപിച്ചു. 1.5 വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിൽ കോടതി അനുകൂല വിധി നൽകി. ഫൈനൽ വിധി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിക്കും എനിക്ക് വണ്ടി കീപ്പ് ചെയ്യാം, പക്ഷേ വണ്ടിയുടെ പൈസ അവൻ തിരിച്ച് തരണേ എനിക്ക്. പിന്നെ കോമ്പൻസേഷൻ, എനിക്ക് എത്ര എക്സ്പെൻസ് ഇതിൽ ചിലവായി, അഡ്വക്കേറ്റ് ഫീ, അതുപോലെ ബാക്കി എല്ലാ എക്സ്പെൻസും, വണ്ടിയുടെ പ്രശ്നങ്ങൾ, ഇതിനെല്ലാം ചിലവായ എക്സ്പെൻസ് ഫുള്ളായിട്ട് അവൻ എനിക്ക് തിരിച്ചു തരണം. ഇതാണ് വിധി. പക്ഷേ വണ്ടി ഞാൻ അവനക്ക് തന്നെ തിരിച്ചു കൊടുത്തു. കാരണം ഈ വണ്ടി എത്ര കാലം ഉപയോഗിക്കുന്നു, ഫ്ലഡ് വണ്ടി ഇലക്ട്രിക്കൽ ഡാമേജ് ഒരുപാട് വരും. വണ്ടി അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ടാണ് ഫുൾ എമൗണ്ട് കളക്ട് ചെയ്ത്. ഇത്തരം തട്ടിപ്പിന് വിധേയരാകുന്ന സാധാരണക്കാരായ പ്രവാസികൾക്ക് പ്രതീക്ഷയേകുന്നതാണ് തനിക്ക് അനുകൂലമായ കോടതി വിധിയെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് പരാതിക്കാരനായ ജാഫർ ഇബ്രാഹിം. യാസർ അറഫാത്തിനൊപ്പം ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. ഇന്ത്യ കുവൈത്ത് തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കുവൈത്തിൽ ഇൻക്രെഡിബിൾ ഇന്ത്യ ടൂറിസം പ്രൊമോഷൻ ക്യാമ്പയിൻ ആരംഭിച്ചു. കുവൈറ്റ് ടവേഴ്സിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസഡർ പരമിത ത്രിപാഠിയും ടൂറിസ്റ്റ് എന്റർപ്രൈസസ് കമ്പനി CEO അൻവർ അബ്ദുള്ള അൽഹുലയിലും ചേർന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന 20 പ്രൊമോഷണൽ ബസ്സുകൾ കുവൈത്തിലുടനീളം സഞ്ചരിക്കും. വരാനിരിക്കുന്ന യാത്രാ സീസണിൽ കുവൈത്ത് വിനോദസഞ്ചാരികളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി ഇന്ത്യയെ മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കുവൈത്തിലെ മംഗഫിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഇന്റർ സ്കൂൾ ഡിബേറ്റ് മത്സരം സംഘടിപ്പിച്ചു. സ്കൂൾ സ്ഥാപക ചെയർമാൻ ഡോക്ടർ PA ഇബ്രാഹിം ഹാജിയുടെ സ്മരണാർത്ഥം നടന്ന മത്സരത്തിൽ കുവൈത്തിലെ 16 സ്കൂളുകളിൽ നിന്നുള്ള 32 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. സാംസ്കാരിക വൈവിധ്യം ഒരു രാഷ്ട്രത്തിന് മുതൽക്കൂട്ടാണെന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു സംവാദം. കുവൈറ്റ് ടൈംസ് എഡിറ്റർ സജീവ് പീറ്റർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ സജ്ജാദ് വലിയ, കുവൈറ്റ് എയർവേസ് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് രാജേഷ് സാഗർ എന്നിവർ മത്സരത്തിന്റെ വിധികർത്താക്കളായി. ഇന്ത്യൻ ഇംഗ്ലീഷ് അക്കാദമി സ്കൂളിലെ നൌമി ഡിസൂസ 1ാം സ്ഥാനവും ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിലെ ഡേവിഡ് മാത്യു സാമുവൽ 2ാം സ്ഥാനവും നേടി. 2ാം സെഷനിൽ രാജ്യസഭാ അംഗവും സുപ്രീംകോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ വിഷയാവതരണ പ്രഭാഷണം നടത്തി. വിജയികൾക്ക് സമ്മാനങ്ങളും CBSE പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഡോക്ടർ PA ഇബ്രാഹിം ഹാജി സ്മാരക സ്വർണ്ണ പതക്കവും ചടങ്ങിൽ PA സൽമാൻ ഇബ്രാഹിം വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ K സലീം, ഡയറക്ടർ മലയിൽ മുസക്കോയ, അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ് അലീം, കുവൈത്തിലെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഷിഹാബ് നീലഗിരി, മുഹമ്മദ് ഇഷാം, മുഹമ്മദ് ഇക്ബാൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മീഡിയ 1, കുവൈറ്റ് സിറ്റി.